മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം വിവാദത്തിൽ. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്ന് മുസ്ലിം ലീഗ്. രാജ്യദ്രോഹ കുറ്റത്തിന്റെ എത്ര തെളിവുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ചോദിച്ചു. 8 വർഷത്തിനിടയിൽ എത്ര തീവ്രവാദികൾക്കെതിരെ നടപടിയെടുത്തുവെന്ന് കോൺഗ്രസ് നേതാവ് VT ബൽറാമും ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശം മലപ്പുറം ഫോബിയയെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി എന്ന പദവിയെ പിണറായി വിജയൻ കളങ്കപ്പെടുത്തുന്നുവെന്ന് SYSും വിമർശിച്ചു. അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സ്വർണവും പണവും ഉപയോഗിച്ച് നടത്തിയ ആളുകളെ, കുറ്റവാളികളുടെ എണ്ണം പറയണം. 5 കൊല്ലത്തിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആരുടെ പേരിലാണ് നടപടിയെടുത്തിട്ടുള്ളത്, ആരുടെ പേരിലാണ് FIR എങ്കിലും ഇട്ടിട്ടുള്ളത് എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. അഷ്കർ അലിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഷ്കർ, മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെ PV അൻവർ തന്നെ ഇന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ തെളിയിക്കണമെന്ന് ലീഗ് ശക്തമായി പറയുകയാണ്. ഒപ്പം കോൺഗ്രസും ഇത് ഏറ്റെടുക്കും, അല്ലേ? റോഷ്നി, മുഖ്യമന്ത്രിയുടെ പരാമർശം ഇന്ന് ഹിന്ദു പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നും 123 കോടിയുടെ ഹവാല പഠനവും അതുപോലെ തന്നെ 150 കിലോ സ്വർണവും പിടികൂടിയെന്നും അത് സംസ്ഥാന വിരുദ്ധമായും അതുപോലെ തന്നെ രാജ്യദ്രോഹത്തിനെതിരായും പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പരാമർശം. ആ പരാമർശമാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്നത്. മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ ഒരു പരാമർശം നടത്തിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ സാമുദായിക സംഘടനകളടക്കം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. വലിയ തോതിൽ ആരോപണങ്ങളും പ്രതിഷേധവുമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്ന സ്വർണം അത് പല ജില്ലകളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് പിടിക്കുന്ന സ്വർണ്ണമാണ്. അത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്ന സ്വർണ്ണത്തെ ആ രീതിയിൽ ചിത്രീകരിക്കുന്നത് പകരം മലപ്പുറത്ത് നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് അത് ദേശീയ പത്രത്തിന് അഭിമുഖം നൽകുന്നതോടെ രാജ്യത്താകമാനം മലപ്പുറം ജില്ല അവഹേളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണം. മുഖ്യമന്ത്രിക്ക് മലപ്പുറം ഫോബിയാണെന്നായിരുന്നു MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ പ്രതികരണം. അത്തരത്തിലുള്ള ഫേസ്ബുക്ക് കുറിപ്പ് നവാസ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെ കേരള മുസ്ലിം ജമാഅത്തും സുന്നി യുവജന സംഘം AP വിഭാഗം സമസ്തയുടെയും EK വിഭാഗം സമസ്തയുടെയും ഒക്കെ തന്നെ യുവജന വിഭാഗങ്ങളും സംഘടനകളും കീഴ്ഘടകങ്ങളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കരുത്, അതിൽ നിന്ന് പിന്തിരിയാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറാകണമെന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടത്. അതിരൂക്ഷമായ വിമർശനമാണ് സമസ്തയുടെ യുവജന വിഭാഗമായ SYSൽ നിന്നും ഉയർന്നു കേട്ടത്. SYS മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന തന്നെ ഇറക്കിയത്. മുഖ്യമന്ത്രി RSSന് ഇല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടകൾക്ക് ആശയം നൽകുന്ന രീതിയിൽ, അതിന് വെളുപ്പിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മലപ്പുറത്തെ സംശയത്തിന് മുന്നിൽ നിർത്തുന്ന രീതിയിലും ആണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കുമെന്നാണ് SYSന് മറുപടി. ഉദ്യോഗസ്ഥ ബന്ധം പറയുന്ന RSS നേതാവ് വിജയകുമാർ വെളിപ്പെടുത്തൽ അന്വേഷണം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് ആ പദവിയെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിന്മാറണമെന്നുള്ള ആരോപണവുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനയുമായി സമസ്തയുടെ കീഴ്ഘടകമായ SYS രംഗത്ത്. ഇത് തൊട്ട് പിന്നാലെ തന്നെ യൂത്ത് ലീഗ് വലിയ തോതിൽ തന്നെ ഒരു റോഡ് ഉപരോധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ തോതിൽ പ്രതിപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും അടക്കമുള്ള രാഷ്ട്രീയ ആയുധമായി തന്നെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും തിരികുകയും ചെയ്തിരിക്കുന്നു. റോഷ്നി, ശരി. അഷ്കർ അലിയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.